hello, it's me Astra Srijit. February 21st ഇറങ്ങിയ വിനയ് ഗോവിന്ദ് ഡയറക്റ്റ് ചെയ്ത ഗെറ്റ്സ് എറ്റ് ബേബി മൂവി അതിൻ്റെ മെയിൻ കഥാപാത്രങ്ങളായ ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ എന്നിവരാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സജീവ് സോമൻ ആൻഡ് സുനിൽ ജെയിനാണ്. ഞാൻ ആക്ച്വലി ഫെബ്രുവരി 21st ഇറങ്ങിയ മൂവി ഞാൻ ഒരു ദിവസത്തിന് ശേഷമാണ് ഈ മൂവി കണ്ടത്. പക്ഷെ ഞാൻ ഈ മൂവി കാണുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ കേരളത്തിലൊരു പ്രമുഖ റിവ്യൂവറായ ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആൾ ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെയാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വലിയ ഒരു ഹയർ എക്സ്പെക്റ്റേഷൻ കൊടുക്കാതാണ് ഞാൻ ഈ മൂവി പോയി കണ്ടത്. പക്ഷേങ്കിൽ ഫിലിം കണ്ടിറങ്ങിയതിന് ശേഷം ഞാൻ ആദ്യം ചിന്തിച്ചത് ഫിലിം ഗെറ്റ്സ് എറ്റ് ബേബി എന്നുള്ള ഈ മൂവി കണ്ടിട്ടാണ് ഈ റിവ്യൂ ഇട്ടത്, അതോ എന്ത് തോന്നിയിട്ടാണ് ഇങ്ങനെ റിവ്യൂ ഇട്ടതെന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ഫുള്ളി നെഗറ്റീവായിട്ടാണ് ഈ ഫിലിമിനെ കുറിച്ച് റിവ്യൂ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ഞാൻ കണ്ട കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയത് എന്താ പറയുക, പറഞ്ഞ പോലത്തെ അത്രയും വലിയ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് ഫിലിംസിൽ ഫീൽ ചെയ്തിട്ടില്ല. ഒരു ആവറേജ് മൂവി തന്നെയാണ് ഫിലിം. നമുക്ക് അങ്ങനെ ടോട്ടലി ഒരു 100% ഡിസപ്പോയിൻമെൻ്റ് ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. ഒരു ആവറേജ് മൂവിയാണ്, ഒരു ഫാമിലി മൂവിയാണ്. നമ്മളിപ്പം ലാസ്റ്റ് കണ്ട മാർഗോ ഫിലിമിൽ ഉണ്ണി മുകുന്ദൻ, പിന്നെ മാളികപ്പുറം മൂവിയിൽ ഈ ഉണ്ണി മുകുന്ദനുമായിട്ട് നമുക്ക് ഈ സിനിമ ഗെറ്റ്സ് എറ്റ് ബേബിയിലെ ഉണ്ണി മുകുന്ദനായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. എന്നിരുന്നാലും മൂവി ഒരു വൺ ടൈം വാച്ച് മൂവിയായിട്ട് തന്നെ ഞാൻ പറയും. ഇതെന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഉണ്ണി മുകുന്ദൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷൻസ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിലൂടെ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് ഉണ്ണി മുകുന്ദൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അതിലൂടെ സക്സസ് ആവുന്ന കാര്യങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതലും എന്താ പറയുന്നത്, ഹേർട്ട്ലി ടച്ച് ആവുന്നത് ലേഡീസിനാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ലേഡീസിനും പിന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ, പിന്നെ ഈ പ്രൊഫഷൻ ടച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ആയിരിക്കണം ഹെഡ്ലി ടച്ച് ആവുന്നതെന്നൊക്കെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മെയിൻ സ്റ്റോറി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ്റെ ചെറുപ്പത്തിൽ ഉണ്ണിമുകുന്ദൻ്റെ അമ്മയുടെ ഡെലിവറി ടൈമിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൽ നിന്നുള്ളൊരു സ്പാർക്കിൽ നിന്ന് ആൾക്ക് ഗൈനക്ക് തിരഞ്ഞെടുക്കണം. അങ്ങനെ ഗൈനക്ക് എന്നുള്ളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയും പിന്നെ അതിനുശേഷം പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഫസ്റ്റായിട്ടൊരു ഹോസ്പിറ്റലിൽ കയറുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം കയറുമ്പം ഒരു മെയിൽ ഗൈനക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, പിന്നെ ആദ്യമായിട്ട് ജോലി കയറുന്ന ഒരു സിറ്റുവേഷൻ, അതൊക്കെ അതിനകത്ത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കരിയർ ലെവല് ബെറ്റർ ഇതിലോട്ട് മാറുകയും പിന്നെ അപ്പം ആൾക്കുണ്ടാകുന്ന ചെറിയ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും, പിന്നെ അതിനുശേഷം ആളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ മാരേജ് ലൈഫിൽ ആൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിനകത്ത് ഉണ്ണിമുകുന്ദൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നിഖില വിമലാണ്. പിന്നെ ഇതിനകത്ത് മറ്റ് കഥാപാത്രങ്ങളെന്ന് പറയുന്നത് ചെമ്പൻ വിനോദ്, സുധീഷ്, മീര വാസുദേവ്, പിന്നെ വന്നിട്ട് അഭിരാം രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ളവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. എന്നാലും ഓവറോൾ ഒരു ഫിലിം ഒരു വാവ് ഫീലിംഗ് ഇല്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരു ജസ്റ്റ് വൺ ടൈം വാച്ചിങ് എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എനിക്ക് ഇത്രയാണ് മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.